ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസം വരുന്നുണ്ട്. അഞ്ചു മേഡത്തിനെ കാണാൻ വേണ്ടി പോയപ്പോൾ അഞ്ചു മേഡം ലീവ്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. പോന വഴിക്ക് നമ്മൾ അനീഷേട്ടൻ്റെ കടയിൽ കയറിയായിരുന്നേ. എന്താ വെയിലല്ലേ, ഉച്ചനേരം ഉണ്ടാകും. ഞങ്ങൾ സാധാരണ 12 മണിയൊക്കെ ആകുമ്പോഴത്തെ 11:30 ആകുമ്പോഴാണ് ഡോക്ടറെ കാണാൻ വേണ്ടി പോണത്. ആ നേരത്താവുമ്പോൾ എന്ന് വെച്ചാൽ തിരക്കുണ്ടാവില്ല, പെട്ടെന്ന് കണ്ട് പോരാം. അപ്പോൾ അനീഷേട്ടൻ്റെ കടയിൽ കയറി ബിരിയാണിയാണ് അന്ന് കഴിച്ചത്. സാധാരണ നമ്മൾ അവിടെ നിന്ന് പൊറോട്ടയും മുട്ടക്കറി കഴിക്കുക. ഇത് ഉച്ചനേരമായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ബിരിയാണി മേടിച്ചു തന്നു. പിന്നെ അവിടെ നമ്മളിങ്ങോട്ട് പോന്നു കേട്ടോ. കണ്ട ഒടുക്കത്തെ വെയിലാണ്, ദൈവമേ, പൊള്ളണേന്, ചുട്ട് പൊള്ളണേന്, അത്രയും ചൂടും. എനിക്ക് ചൂട് പറ്റില്ല, തീരെ സഹിക്കാൻ പറ്റില്ല ചൂട്. അപ്പം ഈ ഒന്നാമത് ഇവിടെ അപ്പുറം ഒന്നും മരങ്ങളില്ല. ഉണ്ട്, അത് കണ്ടെയ്നർ കണ്ടമാനം കണ്ടെയ്നർ ഇട്ടേക്കണുണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് കുറച്ച് ചെറുമരം പോലെ. അതിൻ്റെ ഇടയിൽ കയറിയാൽ ചിലപ്പോൾ വല്ല അണലിയും കൊത്തി ആളുടെ കഥ തീരും. അപ്പം കയറി നിൽക്കാൻ പറ്റിയൊരു തണലില്ല കേട്ടോ. അപ്പോൾ ഇപ്പം കണ്ട ആ സ്ഥലമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കാണാനായിട്ട് ഭംഗി. നമ്മുടെ പഴനിമലയിലെ അങ്ങോട്ട് നോക്കണ പോലെ ഇരിക്കും കേട്ടോ രാത്രി. നിറയെ ലൈറ്റും ഒരു മലയുടെ മുകളിലിരിക്കുന്ന പോലെ ഉണ്ടോ തോന്നാം. ഇവിടെ എന്തോ വരാൻ വേണ്ടി പോണേന്ന് തോന്നുന്നു. വേസ്റ്റൊക്കെ അടിച്ച് പൊക്കിയിട്ടുണ്ട് അവിടെ. നമ്മൾ തിരിച്ചിങ്ങോട്ട് പോരുന്ന വഴിക്ക് ഏട്ട വണ്ടി ഓടിക്കണത് വീഡിയോ എടുക്കുവാണേ. ഞാൻ ഓടിക്കുമെന്ന് വെച്ചാൽ ഓടിക്കും, പക്ഷെ എനിക്ക് പേടിയാണ്. ലൈസൻസൊക്കെ ഉണ്ട്. വേണ്ട, ഇവിടെ പിന്നെ ഹെൽമെറ്റ് വെക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെവിടെയാണ് പോണേന്നുള്ളത് പറഞ്ഞില്ലല്ലോ. നമ്മൾ പോകുന്ന സ്ഥലമാണ് ഈ കാണുന്നത്, പുതുവൈപ്പ് ലൈറ്റ് ഹൗസ്. കണ്ട, ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന വഴിയാണേ. കണ്ട, ഇവിടെ നിന്നാണ് എൻട്രി പാസ് കിട്ടുക. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ. അപ്പോൾ നമ്മൾ വന്ന ടൈം ഉച്ചയാണ്, ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്കാണെന്ന്. അപ്പോൾ എന്തോ 10 മണി തൊട്ട് 1 മണി വരെയോ, പിന്നെ 2 മണി തൊട്ട് 4-6 മണി വരെ കണ്ടാണ്ട് അതിൻ്റെ ഇത്. കണ്ട, നമ്മളപ്പോൾ അത്തരം നേരം മാറി നിന്നിട്ടാ. ഇത് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുള്ള വ്യൂസാണേ. പിള്ളേരെയൊക്കെ കൊണ്ടുവരുന്നവർക്ക് ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ട്. ഏട്ടൻ ടിക്കറ്റ് എടുത്ത് വരട്ടേന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ ഇരുന്നേ. ആ ടിക്കറ്റും കൊണ്ട് വന്നു. നമ്മളതിൻ്റെ അകത്തോട്ട് കയറുവാണ്. ഒരു 2 അടിയോളം മുകളിലോട്ട് കയറിയിട്ട് വേണം ലിഫ്റ്റിൽ കയറാൻ. ഞാൻ ലിഫ്റ്റ് വഴി കയറുള്ളൂ കേട്ടോ, മടിച്ചാണ് നടക്കാൻ. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറി മുകളിലോട്ട് പോവുകയാണ് കേട്ടോ. ലിഫ്റ്റിലങ്ങനെ പോവുകയാണ്. ഇവിടെ ലിഫ്റ്റ് മുകളിലെത്തിയാലും പിന്നെയും നമ്മൾ താഴ്ത്തുനിന്ന് എത്രയോ കയറിയോ ലിഫ്റ്റിലോട്ട് അത്ര തന്നെ മുകളിലോട്ട് എത്താൻ പിന്നെയും നടക്കണം കേട്ടോ. എനിക്ക് ഈ വെയിലൊക്കെ കൊണ്ട് തലവേദന എടുത്തിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ലേ. ഇതിൻ്റെ മുകളിലാകുമ്പോൾ ഇത്തിരി കാറ്റ് കിട്ടും, ഇത്തിരി അല്ല ഒത്തിരി കാറ്റ് കിട്ടും. പിന്നെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് ചുറ്റും വെയിലായിരുന്നു. കയറി ചെല്ലുന്ന അത്രയും ഭാഗത്ത് മാത്രം തണലുണ്ടായിരുന്നുള്ളൂ. കണ്ടോ, താഴത്തുനിന്ന് എങ്ങനെ കയറിയോ അത്രയും തന്നെ മുകളിലോട്ട്. അപ്പോൾ എനിക്ക് ഒരു കുപ്പി മിറൻ്റെ മേടിച്ച് കൈ തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് മിറൻ്റെ. അപ്പോൾ ഫ്രിഡ്ജിൽ നിറച്ച് മിറൻ്റെ കുപ്പികൾ മാത്രമേ ഉള്ളൂ. മിറൻ്റെ പരസ്യമാണ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ. എന്താ ആ നിൽക്കുന്ന അത്രയും ഭാഗത്ത് മാത്രമേ നല്ല തണലും നല്ല കാറ്റും. ചുറ്റും കാറ്റുണ്ടെങ്കിലും തണലില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് വെയിലാണ്. കണ്ടോ, ഇനി അങ്ങോട്ട് വെയിലാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച ശരിക്കും ഒരു 5 മണി ആ സമയത്തൊക്കെ വന്ന് കയറണം കേട്ടോ. 5-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് രസമാണെന്ന് അറിയാമോ ഇവിടെ നിൽക്കാനായിട്ട്. 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും, ഇരുന്ന് കാണാം. മുമ്പ് ഇതുപോലെ ഗ്രില്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഗ്രില്ലൊക്കെ പോയി ഞാൻ നേരത്തെ പറഞ്ഞ പഴനിമലയെന്ന് പറഞ്ഞില്ല, ആ ഒരു സംഭവം കേട്ടോ.
പഴനിമലയൊന്നും കേട്ടോ, അതെന്തോ ഗ്യാസിൻ്റെ എന്തോ സംഭവമാണ്. കണ്ടോ ചുറ്റും കാണുന്നത്. ഇതാ വൈറ്റ് കാണുന്നത് വല്ലാർപാടം പള്ളിയാണേ. ഈ ഇതിൻ്റെ അമ്പലമാണ് നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഒരമ്പലം കാണാം. അതാണ് ഈ കാണുന്ന അമ്പലം. അത് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ ചുറ്റുമുള്ള കാഴ്ചയാണേ. അവഗണിച്ചവരുടെ മുന്നിൽ ഉയരങ്ങളിൽ എത്തി നിൽക്കുന്നതിൻ്റെ ഒരു അനുഭൂതിയാണ് എനിക്ക് ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ. ഇതിൻ്റെ മുകളിൽ കയറണമെന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ ഞങ്ങളിപ്പോൾ എല്ലാവരെയും, അതായത് ഞങ്ങൾ അവഗണിച്ചവരുടെ മുകളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കഥകൾ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. നമ്മളിപ്പോൾ കഥ പറയാൻ പറ്റിയൊരു സ്റ്റേജിലല്ല, പറയുന്നതാണ് ഞാൻ എന്തായാലും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ബീച്ച്, പുതുവൈപ്പ് ബീച്ച് ഇട്ട ചുറ്റി വന്നിക്കണേ. ഭയങ്കര വെയിലാണേ, നോക്കാനും കൂടി പറ്റണല്ലോ, അത്രയും വെയിലും ചൂടും ഒക്കെ കൂടി. അപ്പം ഞാൻ പോകാമെന്ന് ഏട്ടനോട് പറഞ്ഞായിരുന്നു. എന്നാൽ ശരി വാ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുവാണേ. അപ്പം വീണ്ടും ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകണം. അതിനിടയിൽ ഞാൻ ആ ഗ്ലാസിൻ്റെ ഇതിൽ കൂടി അങ്ങോട്ട് നോക്കിയപ്പോഴേ നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിലൂടെ നോക്കുമ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ച് കാണിച്ചു കൊടുത്തായിരുന്നു. വേണ്ട, അവിടെ ഒരു മരവും, ഈ പുതുവൈപ്പ് ബീച്ചിലാകെയുള്ളൊരു മരം ഉണ്ടാകും കാണുന്നത്, തണലെന്ന് പറയാനായിട്ട്. പിന്നെ തണൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളപ്പോട്ട് ഇളങ്ങുന്നപ്പുഴ വരെയുള്ള ബീച്ച് ഞാൻ കാണിച്ചായിരുന്നില്ലേ കഴിഞ്ഞ വീഡിയോ. അപ്പോൾ അങ്ങോട്ട് പോകണം. പിന്നെ നമ്മൾ വീണ്ടും ലിഫ്റ്റിൽ കയറി താഴേക്ക് എത്തിയേട്ടാ. താഴെ എത്തി. ചൂട് കാറ്റങ്ങോട്ട് അടിച്ചിട്ടേ ഒരു രക്ഷയില്ല. ഏട്ടൻ ഷൂ ഇടണേണ്. ഞാൻ ആ നേരം കൊണ്ട് ഇവിടെ ഒരു മാൻകുട്ടിയുണ്ട്, മയിൽക്കുട്ടിയുണ്ട്, അതുപോലെ അപ്പുറത്ത് 2 മുയലും കുട്ടികളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ലൈറ്റ് ഹൗസിൻ്റെ അധിപൻ ദൈവൻ. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. ഞങ്ങളൊരു തവണ വന്നപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം 2022 വന്നപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇതൊക്കെ. ഇപ്പോൾ പിള്ളേരെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കളിക്കാൻ പറ്റിയ രീതിയിൽ ചെറുത് ഒരു ഊഞ്ഞാല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് കണ്ട എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം അധികം ചിലവുമില്ല. പിള്ളേരെ ലൈറ്റ് ഹൗസും കാണിക്കുക, ചെറിയൊരു പാർക്കിൽ കൊണ്ടുപോവുകയും ചെയ്യുക. ഏട്ടൻ അങ്ങോട്ട് നടക്കണേ. ഞാനിവിടെ കയറി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷെ ഞാനൊരാളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ കയറിയിട്ട് അങ്ങോട്ട് നടന്നപ്പോഴത്തേക്കും ഏട്ടൻ എന്നോട് പറഞ്ഞു അവിടെ ഒരാൾ നിൽപ്പുണ്ട് എന്ന്. കണ്ട ആ ആളാണ് ഇയാൾ. ഇവിടെ ഊഞ്ഞാലയിലൊക്കെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് 12 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. വിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിന്ന് ഒന്ന് ഊഞ്ഞാലമേ തോണ്ടി തിരിച്ചു പോരുന്ന വഴിക്ക് കാളമുക്ക് അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പം അതും ഷൂട്ട് ചെയ്ത് പോന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.